ഹായ്, +1 ഫിസിക്സ് എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിന്റെ ആൻസേഴ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതൊന്ന് നോക്കാം. കുറച്ച് കുട്ടികൾ ചെറിയൊരു മീഡിയം ടഫ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എക്സാം എല്ലാം എഴുതാൻ സാധിച്ചോ എന്നുള്ളത് കമന്റ് ചെയ്യുക. പിന്നെ ഈ മുഴുവൻ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള മാർക്ക് കൂടി ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാര്യവും കൂടി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ 12th ട്യൂഷൻ, ഓൺലൈൻ ആയിട്ടുള്ള ട്യൂഷൻ ഏപ്രിൽ 3 രാത്രി 7 മണിക്ക് തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അതിന്റെ ഫീ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി സമയം കളയുന്നില്ല, നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ A+ വീഡിയോയിൽ പറഞ്ഞിരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്നാലും ക്വസ്റ്റ്യൻസ് വേഗവും നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒരു ആംസ്ട്രോങ് എത്ര മീറ്റർ എന്നുള്ളതാണ്. 10⁻⁻10 മീറ്റർ ആണ്. പിന്നെ ഡാഷ് ഈസ് ദി മെഷർ ഓഫ് ഇനേർഷ്യ. ഇനേർഷ്യ എന്ന് പറയുന്നത് തന്നെ അതൊരു മാസിന്റെ ഫംഗ്ഷൻ ആണ് അല്ലെ. സോ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് മാസ്. ട്രൂ ഓർ ഫോൾസ് ആണ്. ഇലാസ്റ്റോമേഴ്സ് ഡു നോട്ട് ഒബേ ഹൂക്സ് ലോ. ഇലാസ്റ്റോമറിന്റെ എക്സാമ്പിൾ റബ്ബർ, ഓക്കെ, ടിഷ്യൂ ഓഫ് അയോട്ട. അപ്പൊ അതിന്റെ ഗ്രാഫ് തന്നെ ഇങ്ങനെ വളഞ്ഞ ആദ്യമേ പോകുന്നു. അപ്പൊ അത് ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നില്ല. ഇറ്റ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. The point at which the whole mass of the body is supposed to be concentrated is called a center of mass. The change of state from liquid to solid is called freezing. The kinetic energy of a gas molecule is directly proportional to absolute temperature of the gas. Most fundamental property of wave is frequency ആണ് fundamental property ആയിട്ട് വരുന്നത്. A ball is thrown vertically upward with an initial velocity u. Calculate the time taken to reach maximum height. നമ്മൾ ടൈം ഓഫ് അസെന്റും ടൈം ഓഫ് ഡിസെന്റും നമ്മുടെ പ്രൂവ് ചെയ്യുന്നതാണ്. അതിൽ ടൈം ഓഫ് അസെന്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. T = u/g എന്ന് പറയുന്ന ഫോർമുല. ദെൻ അത് ഡിറൈവ് ചെയ്ത് കാണിക്കണം. വാട്ട് ഈസ് നൾ വെക്ടർ? ഗീവ് എനി ടു പ്രോപ്പർട്ടീസ്. ഞാൻ വെക്ടറും നൾ വെക്ടറും നോക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നൾ വെക്ടർ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ 2 പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഒന്ന്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആയിരിക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഇറ്റ് ഹാസ് എൻ ആർബിട്രറി ഡയറക്ഷൻ എന്നുള്ളതാണ്. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ദ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഈസ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇതെല്ലാം കൺസർവേറ്റീവ് ആണ്. ഡ്രോ ദ വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് എനർജീസ് ഓഫ് എ സ്പ്രിംഗ് വിത്ത് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ. ഞാൻ പറഞ്ഞിരുന്നു 3 ചാപ്റ്ററിൽ നമുക്ക് ഈ ഗ്രാഫ് ഉള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ദാ കിടക്കുന്നു ആ ക്വസ്റ്റ്യൻ. നമ്മളിങ്ങനെ വരച്ചിട്ട് റാ ഷേപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുന്ന ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, അതായിരുന്നു ചോദ്യം. ആ ഗ്രാഫ് വരച്ച് അടയാളപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. What are the factors affecting moment of inertia of an object? Moment of inertia I is equal to mr². So അത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസ്റ്റൻസ്, റേഡിയസിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. Then consider a planet moving in an elliptical orbit. അത് ആക്ച്വലി ലോ ഓഫ് പീരിയഡ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ടൈം അവിടെ തന്നിട്ടുണ്ട് T1, T2. അതിന്റെ ഓപ്ഷൻസിൽ T1 = T2 ആണ് ശരിയായിട്ടുള്ള ആൻസർ. സ്റ്റേറ്റ് ദ ലോ ആൻഡ് എക്സ്പ്ലെയിൻ. ലോയുടെ പേര് ലോ ഓഫ് ഏരിയാസ് ആണ്. സോറി, ലോ ഓഫ് പീരീഡ്സ് അല്ല, ലോ ഓഫ് ഏരിയാസ് ആണ് നമ്മുടെ പ്ലാനറ്ററി മോഷനുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ ലോ ഓഫ് ഏരിയാസ് പറയുന്നത് the line that connects sun and the planet sweeps equal area in equal interval of time. സോ ആ ലോയും കൂടി എഴുതിയാൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടും. എ ഡ്രോപ്പ് ഓഫ് ലിക്വിഡ് അണ്ടർ നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആൾവേസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. വൈ? അത് സർഫസ് ടെൻഷൻ ആണ് അതിന്റെ കാരണം. സർഫസ് ടെൻഷൻ ഏരിയ മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെയാണ് അത് സ്ഫെറിക്കൽ ഷേപ്പിലേക്ക് എത്തുന്നത്. When a painting brush dipped in water, its hairs cling together. Why? അതായത് നമ്മളൊരു ബ്രഷ് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അതിന്റെ എല്ലാ ഇത് എന്താ പറയാ, അതിന്റെ നൂലുകളെല്ലാം അല്ലെങ്കിൽ അതിന്റെ ബ്രഷിന്റെ എല്ലാ അതിന്റെ ഹെയർസ് എല്ലാം തന്നെ പരസ്പരം ഒട്ടിപ്പിടിക്കും. അതിന്റെ കാരണവും സർഫസ് ടെൻഷൻ ആണ്. കാരണം അകത്തുള്ള ഫോഴ്സ് ആണ് അതിനെ സ്റ്റിങ് ചെയ്യിപ്പിക്കുന്നത്. കാരണം ഒരു ഇലാസ്റ്റിക് ലെയർ, ഒരു സർഫസ് എന്ന് പറയുന്നത്, നമ്മുടെ വെള്ളത്തിന്റെ സർഫസ് എന്ന് പറയുന്നത് ഒരു ലെയർ പോലെ ആക്ട് ചെയ്യും. അപ്പൊ അതാണ് അതിനെ സർഫസ് ടെൻഷൻ തന്നെയാണ് അതിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ആദ്യം ഒരു കമ്പ് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെ തന്നിരിക്കുന്നത് കണ്ടക്ഷൻ ആണ്. രണ്ടാമത്തത് കൺവെക്ഷൻ ആണ്. A conduction, B convection. Give an example of a body possessing zero velocity with which is accelerating. സ്ഥിരം ചോദ്യമാണ് ഓൺവേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട്. അതായത് ഒരു വസ്തു ഏറ്റവും ഹൈറ്റിലേക്ക് എത്തും, മാക്സിമം ഹൈറ്റിലേക്ക് എത്തുമ്പോൾ അവിടെ ആക്സിലറേഷൻ ഉണ്ട്, ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി. പക്ഷെ അവിടെ വെലോസിറ്റി എത്രയാണ്? 0. Show that area under velocity time graph gives displacement. അത് നിങ്ങൾക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചിട്ട്
നിങ്ങൾക്ക് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം. അല്ലെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഏരിയ എടുക്കുമ്പോഴത്തേക്ക് യു ഇൻറ്റു ടി എന്ന് കിട്ടും. അല്ലെങ്കിൽ ഏരിയ എടുത്ത് നിങ്ങൾക്ക് ഒരു ഗ്രാഫ് വരച്ചത് കാണിക്കാം, അത് യു ഇൻറ്റു ടി എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്നൊക്കെയുള്ള രീതിയിൽ പ്രൂവ് ചെയ്യാം. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ പ്രൂവ് ചെയ്താലും യു വിൽ ഗെറ്റ് മാർക്സ്. While firing a bullet, which conservation law helps you to explain this phenomenon? Gun recoiling to gun ആണ് അതിന്റെ law of conservation of angular momentum ആണ്. കൺസർവേഷൻ law of conservation of linear momentum ആണ്. കൺസർവേഷൻ തിയറം എന്ന് ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ ലീനിയർ മൊമെന്റ് എടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തേർഡ് law of motion എഴുതാമായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ കൺസർവേഷൻ എടുത്ത് പറഞ്ഞ സ്ഥിതിക്ക് law of conservation of linear momentum ആണ് കറക്റ്റ് ആൻസർ. In the firing process, the speed of gun is very low compared to the speed of bullet. Substantiate the above statement mathematically. നമുക്കറിയാം V is equal to mv by m എന്നാണ്. അതിൽ മാസ് ഓഫ് ഗൺ വളരെ വലുതായത് കൊണ്ടാണ് വെലോസിറ്റി ഓഫ് ഗൺ ചെറുതാകുന്നത്. അതുകൊണ്ടാണ് റിക്കോയിൽ വെലോസിറ്റി എപ്പോഴും ചെറുതായിട്ട് വരുന്നത്. കാരണം മാസ് ഓഫ് ഗണ്ണ് കൂടുതലും, പക്ഷെ മാസ് ഓഫ് ബുള്ളറ്റ് കുറവായത് കൊണ്ട് വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് കൂടുതലായിരിക്കും. Which type of elasticity is involved in stretching a wire? Longitudinal velocity ആണ്, longitudinal elasticity ആണ്, അല്ലെങ്കിൽ അത് ടെൻസൈൽ എന്ന് വിളിക്കാറുണ്ട്. സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. വൈ? ബിക്കോസ് സ്റ്റീൽ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് സബ്സ്റ്റൻസ്, റബ്ബർ എന്ന് പറയുന്നത് ഒരു ഇലാസ്റ്റോമെറോ ആണ്. അതുപോലെ സ്റ്റീലിനെ സംബന്ധിച്ച് അത് സ്ട്രെസ് കുറെ നേരം സ്ട്രെയിന് പ്രപ്പോർഷണൽ ആണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രത്യേകത സ്റ്റീലിനുണ്ട്. മറ്റതൊരു ഇലാസ്റ്റോമർ ആയതുകൊണ്ട് ഹുക്സ് ലോ ഒബേ ചെയ്യുന്നില്ല. അത് നേരെ വേഗം തന്നെ അതിന്റെ ഗ്രാഫ് നമ്മൾ വരച്ച് വേണമെങ്കിൽ സബ്സ്റ്റാൻസ് ചെയ്യാം. കാരണം സ്റ്റീലിന്റെ ഗ്രാഫ് ഇങ്ങനെ വളഞ്ഞ് നേരെ വരുന്ന ഒരു ഹുക്സ് ലോ ഗ്രാഫാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇലാസ്റ്റോമറിന് അത് നേരെ ബ്രേക്കിംഗ് പോയിന്റിലേക്ക് പോകുന്ന ഒരു ഗ്രാഫാണ് ഉള്ളത്. If the bulk modulus of water is 2 × 10⁹ Newton per meter square, find its compressibility. ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കൽ ആണ് കംപ്രസിബിലിറ്റി. അപ്പൊ ആ തന്നിരിക്കുന്ന വാല്യൂന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് മാർക്സ്. Stretch the schematic diagram of a vehicle on banked road and mark the various forces. ഞാൻ പറഞ്ഞത് ബാങ്കിങ് ഫ്രോഡ് ചോദിക്കുമെന്ന്. അത് 2 മാർക്ക്, ഫിഗറിന് 2 മാർക്ക്, പിന്നെ മാക്സിമം വെലോസിറ്റിക്ക്, മാക്സിമം സേഫ് സ്പീഡിന് 2 മാർക്ക്. അങ്ങനെ ആ ഒരു ഡെറിവേഷനെ 4 മാർക്കാക്കി തന്നിട്ടുണ്ട്. A car and a lorry have equal kinetic energy. Which one will have greater momentum? Explain. ഇതും ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. കാറും ലോറിയിലും ഈക്വൽ എനർജി ആവുമ്പോൾ ആർക്കാണോ മാസ് കൂടുതൽ അയാൾക്കായിരിക്കും മോർ മൊമെന്റം വരിക. അപ്പോൾ ഇവിടെ ലോറിക്കായിരിക്കും മോർ മൊമെന്റം ഉണ്ടാകുക. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് വർക്ക് എനർജി തിയറം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ എന്നുള്ളത് നമ്മൾ A+ൽ ചോദിക്കുമെന്ന് പറഞ്ഞത് അതുപോലെ ചോദിച്ചിട്ടുമുണ്ട്. എ സ്ട്രിംഗ് ഈസ് സ്ട്രെച്ച്ഡ് ബിറ്റ്വീൻ 2 ഫിക്സ്ഡ് സപ്പോർട്ട്സ് ആൻഡ് a note of sound is heard when it is plugged at the middle point. How standing waves are produced? Standing waves produce ചെയ്യുന്നത് 2 waves superimpose ചെയ്യും. ആ വേവുകളുടെ പ്രത്യേകത സെയിം വേവ് ലെങ്ത്, സെയിം ഫ്രീക്വൻസി ആൻഡ് ആംപ്ലിറ്റ്യൂഡ് സൂപ്പറിംപോസ് ചെയ്യുമ്പോഴാണ് സ്റ്റാൻഡിംഗ് വേവ്സ് ഉണ്ടാകുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അവർ. Derive an expression for frequency of sound produced by the first 2 modes of the vibration. അപ്പൊ നിങ്ങൾക്ക് അത് ഫസ്റ്റ് ഹാർമോണിക്കും ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയും ഫസ്റ്റ് ഓവർടോണും നിങ്ങൾക്കത് വർക്ക്ഔട്ട് ചെയ്ത് കാണിക്കാം. ഫിഗറോട് കൂടി തന്നെ കാണിക്കാം. Where will a man hear a louder sound in the case of stationary wave? നോഡിലാണോ ആന്റി നോഡിലാണോ കൂടുതൽ സൗണ്ട് കേൾക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോഡിലാണ് ഏറ്റവും സൗണ്ട് കുറവ്. കാരണം ആംപ്ലിറ്റ്യൂഡ് അവിടെ കുറവായിരിക്കും. ആംപ്ലിറ്റ്യൂഡ് കൂടുതൽ ആന്റി നോഡിലായതുകൊണ്ട് ആന്റി നോഡിലായിരിക്കും കൂടുതൽ സൗണ്ട് കേൾക്കുന്നത്. A boy throws a cricket ball with a velocity u at an angle theta with the horizontal. What is the trajectory of the ball? Parabola. Deduce the expression for maximum height, h in the equation. If the boy can throw a ball to a maximum height, what is the maximum horizontal distance to which he can throw? അപ്പൊ അവിടെ ചോദിച്ചിരിക്കുന്നത് മാക്സിമം റേഞ്ച് കണ്ടുപിടിക്കാനാണ്. മാക്സിമം ഹൈറ്റ് h ആണെങ്കിൽ അപ്പൊ അത് r = 2h, അതായത് ഡബിൾ ദി ഹൈറ്റ് ആയിരിക്കും. അതൊന്ന് പ്രൂവ് ചെയ്ത് അത് എഴുതുകയാണ് വേണ്ടത്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ലീനിയർ മൊമെന്റത്തിന്റെ ക്വസ്റ്റ്യൻ വന്നു, ആംഗുലാർ മൊമെന്റത്തിന്റെ ക്വസ്റ്റ്യൻ വന്നു. A+ വീട്ടിൽ പറഞ്ഞതുമാണ്. Based on the law of conservation of angular momentum, how does the speed of a ballet dancer vary when outstretching her arms and legs? നമ്മൾ പറഞ്ഞിരുന്നു കൈ നീട്ടി പിടിച്ചു കഴിഞ്ഞാൽ സ്പീഡ് കുറയും, കൈ അടുത്തേക്ക് പിടിച്ചാൽ സ്പീഡ് കൂടുകയും ചെയ്യും. Derive the relation connecting the torque and angular momentum. Tau is equal to dl/dt യുടെ ഡെറിവേഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Escape velocity from the earth for a body is 11 km per second. If the body is projected at an angle of 45 degree with the horizontal vertical, the escape velocity will be, ഇനി എങ്ങനെ അറിഞ്ഞാലും ശരി escape velocity ക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. So it will be 11 km per second.
Derive an expression for escape velocity of an object from the surface of the earth. Direct question, escape velocity derivation നിങ്ങൾ ചെയ്യുക. V is equal to root of 2gm by r അല്ലെങ്കിൽ രണ്ടാമത്തെ 2gr നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാം. The moon has no atmosphere. Why? Because അവിടെ escape velocity കുറവായതുകൊണ്ട് തന്നെ അവിടുത്തെ എയറിന് അത് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. കാരണം escape velocity കുറവായതുകൊണ്ട് അവിടെ എയർ ആ മൂണിന്റെ സർഫസിന് എസ്കേപ്ഡ് ആകും. സോ അതുകൊണ്ടാണ് അവിടെ അറ്റ്മോസ്ഫിയർ പോസിബിൾ അല്ലാത്തത്. Due to the capillary action, water will rise inside the glass tube. The angle of contact in this case is acute ആയിട്ടുള്ള angle of contact ആയിരിക്കും. Obtain an expression for the rise of liquid in the tube. അത് capillary rise equation derive ചെയ്യുക. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പൊ ഫിഗർ വരച്ച് നന്നായിട്ട് ഡിറൈവ് ചെയ്യണം. Water rises to different heights in glass tubes of different radii. Give reason. Because റേഡിയസ് മാറുന്ന h എന്ന് പറയുന്നത് റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടേം ആണ്. അപ്പൊ റേഡിയസ് മാറുന്നതിന് അത് റേഡിയസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ റേഡിയസിന് അനുസരിച്ച് മാറുന്ന ഒരു ടേം ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് റേഡിയസ് മാറുന്നതനുസരിച്ച് ഹൈറ്റിന് വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാം. സോ ഇത്രയുമായിരുന്നു ക്വസ്റ്റ്യൻസ്. ന്യൂമറിക്കൽസ് വളരെ കുറവാണ്. ഫുള്ളും തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എക്സ്പീരിയൻസ് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ഓൺലൈൻ ട്യൂഷൻസ് വേണമെങ്കിൽ അതിനും താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങളോടൊപ്പം എന്നും പഠനത്തിൽ ഞാനും കൂടെ ഉണ്ടാവും.